ഞാൻ വീണ്ടും റോഡിൻ്റെ പേയ്മെൻറ്റിലൂടെ ഇങ്ങനെ നടന്നു. നല്ല കോൺക്രീറ്റായിട്ട് സൈഡെല്ലാം അങ്ങനെ രണ്ട് സൈഡിലും നല്ല പേയ്മെൻ്റ് ഉണ്ട്. നടക്കാൻ വളരെ സുഖമാണ്. ഒറ്റ കുഴപ്പമെന്ന് പറയുന്നത്, ഈ നടക്കാൻ വരുന്ന പലരും നമ്മുടെ എതിരെയൊക്കെ വരുന്നവർ ഈ നായ്ക്കളെ പിടിച്ചോണ്ടാണ് വരുന്നത്. പക്ഷെ അത് വന്ന് നമ്മളെ ഒന്ന് സ്നേഹിക്കും ഒക്കെ അങ്ങ് പോവും, നമ്മളെ കടിക്കത്തൊന്നുമില്ല. ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറയുന്നത്, തെരുവിൽ ഒരൊറ്റ നായ്ക്കളെ കാണാൻ കിട്ടത്തില്ല കേട്ടോ. അവകാശികളില്ലാത്ത ഒരു നായും ഇവിടെ ഇല്ല. അലഞ്ഞു കിടക്കുന്ന ഒരൊറ്റ നായയും നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതിൻ്റെ കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ്. ഈ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് അത്രയും സ്നേഹമാണ്. അവർ അത് മരിക്കുന്നവരെ, അത് ചാവുന്നവരെ അവർ അതിനെ വളരെയധികം ശുശ്രൂഷിക്കും കൊണ്ട് നടക്കും. അല്ലാതെ ഒരു കാരണവശാലും അവരതിനെ ഉപേക്ഷിക്കത്തില്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലോ ഇതിനെ ഇഞ്ഞ് പിടിച്ചുകൊണ്ട് വരും, അതിത്തിരി കഴിയുമ്പോൾ അതിനെ നോക്കാനും നോക്കത്തില്ല. ഇത് വലിയ ബാധ്യതയാണ്. അപ്പോൾ നല്ല ചിലവുള്ള കാര്യമാണ്. നോക്കാനും കാണാനും ഒന്നും വയ്യാതെ വരുന്ന ഉടനെ എന്തെന്നറിയോ, ഇതിനെ പതുക്കെ അഴിച്ചങ്ങ് വിട്ടുകളയും. അത് തെരുവ് നായ്ക്കളോടൊപ്പം കൂടും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു വലിയ മെനസ്, ഈ തെരുവ് നായ്ക്കളെ മൂലം ഉണ്ടാകുന്ന ഒരു മെനസ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ റാബിസിനെ കുറിച്ച് കേൾക്കാൻ പോലും ഇല്ല. കാരണം എന്താ, ഇവിടെ അങ്ങനെ ഉണ്ടാവാതെ അവർ നോക്കും. അത്രയും ഹെൽത്ത് കോൺഷ്യൻസ് ആണ് ഇവിടെ ഉള്ളവർ. ശരിക്കും നടക്കും. രാവിലെ നടക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്നതും ജോഗിങ്ങും ഒക്കെ അതിനോ അത്രയും നല്ല സ്ഥലമുണ്ട് കേട്ടോ. നിറയെ പൂക്കളാണ് സൈഡിലൊക്കെ. വളരെ വളരെ രസകരമായ ഒരു അവസ്ഥയാണ്. കാലാവസ്ഥയോ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അതുവരെ. പക്ഷേ ഇപ്പോൾ ഒരു AC ക്ലൈമറ്റാണ്. രാവിലെയൊക്കെ ചെറിയ അല്പം തണുപ്പുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാലും ഏതാണ്ട് അറൗണ്ട് 20 ഡിഗ്രി. അതാണ് നല്ല സുഖമായ കാലാവസ്ഥ. നടന്നാലൊന്നും ഒരു വേർക്കത്തൊന്നുമില്ല. ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന അശേഷമില്ല. അങ്ങനെ ഞാൻ വീണ്ടും നടന്നു. ഞാൻ നടന്ന് പോയപ്പോൾ എനിക്ക് നോക്കപ്പോൾ കുറച്ച് ഒരു മീൻ കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ നടന്ന് ഏതാണ്ടൊരു വീണ്ടും കുറേ കൂടെ നടന്ന് ഞാൻ അവസാനം ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചു. ന്യൂ സീസൺസ് എന്ന് പറയുന്ന ഒരു വലിയ ചെയിനാണ്. അതിൽ ഞാൻ പോയി. അതിൽ കയറി ഞാൻ നോക്കി. നേരെ അവിടെ നോക്കിയപ്പോൾ ബുച്ചർ സെക്ഷൻ എന്ന് എഴുതി വെക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മത്സ്യമാംസങ്ങൾ വിൽക്കുന്ന സ്ഥലമായിരിക്കും എന്ന് മനസ്സിലാക്കി നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രോൺസ് അത് പൊളിച്ചു വെച്ചേക്കുന്നതാണ്. അത് ഇരിക്കുന്ന കണ്ടു. ഞാനത് കുറേ വാങ്ങി. എന്നിട്ട് ഞാൻ തിരികെ നടന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയത് വളരെ വളഞ്ഞ വഴി കൂടെ പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വളരെ ഷോർട്ട് കട്ടിലൂടെ വരാനുള്ള ഒരു മാർഗ്ഗം ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചതാണ്. ആ ഷോർട്ട് കട്ട് നോക്കിയെടുത്തു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി. അതിനിടയിൽ എന്നെ കാണാതെ കൊണ്ട് ഇവിടുന്ന് ഫോൺ കോൾ എനിക്ക് ദുരിദൂരെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ വളരെ സുഖകരമായ യാത്ര ഞാൻ നടത്തിയായിരുന്നു. അങ്ങനെ 8.9 കിലോമീറ്ററാണ് ഞാൻ ആ ദിവസം നടന്നത്. വളരെ സുഖകരമായ നടത്തവും ആയിരുന്നു, നല്ല എക്സർസൈസ് ആയിരുന്നു. പിന്നെ വന്ന് ഇവിടെ ആഹാരമൊക്കെ കഴിച്ച് അന്ന് വെളിയിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് പിന്നെ മോൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാതെ വെളിയിലേക്കൊക്കെ കടകളിലേക്കൊക്കെ ഒന്ന് പോയി. ഒരു ഇന്ത്യൻ സ്റ്റോറുണ്ട്, അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ പോയി. കുറേ സാധനങ്ങളുമൊക്കെ വാങ്ങി ഒക്കെ ഞങ്ങൾ തിരികെ എത്തി. അപ്പോൾ അന്ന് അവന് ഈ ദിവസങ്ങളിലൊക്കെ ഒരു വർക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞ അങ്ങനെ മുടക്കണ്ട, അവൻ്റെ ജോലിയൊന്നും മുടക്കാൻ പാടില്ല, നമുക്ക് നമ്മളെ കരുതിക്കൊണ്ട്. ഇതുപോലെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഈ പഴയതുപോലെ അതിൻ്റെ തലേ ദിവസം ചെയ്ത മാതിരി ഞങ്ങൾ നടന്നു. അങ്ങോട്ട് പോയപ്പോൾ ആപ്പിൾ പറിച്ചില്ല, തിരികെ വന്നപ്പോൾ ഞങ്ങൾ ആപ്പിൾ പറിച്ചു. അപ്പോൾ അതിൻ്റെ അന്ന് മോൻ്റെ അടുത്ത് എൻ്റെ തലേ ദിവസം പറഞ്ഞ് ഈ പാർക്ക് ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഞങ്ങളെ കാർ ഓടിച്ചു കൊണ്ടുപോയിട്ട് ഈ പാർക്ക് കൊണ്ട് കാണിച്ചു. ഞങ്ങൾ തലേ ദിവസം പോയതിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷേ കുറേ കൂടെ അകത്തോട്ട് നടക്കണം. അങ്ങനെ പോയിട്ട് ആ പാർക്ക് കണ്ടുപിടിച്ചു. വിശാലമായ ഒരു പാർക്കെന്ന് പറഞ്ഞാൽ ഒരു 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 500 ഏക്കർ കാണും. നമ്മുടെ 500 ഏക്കേഴ്സ് എങ്കിലും ഏറ്റവും കുറവ് കാണും. അതിൽ നല്ല 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 വൃത്തിയുള്ള റോഡ് നടക്കാൻ വേണ്ടി തന്നെ ഇട്ടേക്കുന്നതാണ്. ആളുകൾ വളരെ കുറവാണ്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 10-15 പേര് മാക്സിമം കണ്ടേക്കും, അതിൽ കൂടുതലൊന്നും ആളില്ല. അതിനകത്ത് വെഹിക്കിൾ പെർമിറ്റ് ചെയ്തില്ല. അപ്പോൾ അതിനകത്തൂടെ നടന്നു. അങ്ങനെ നടക്കാൻ നല്ല റോഡ് അതിനകത്ത് നിർമ്മിച്ചിട്ടേക്കാണ്. ഇടയ്ക്ക് മഴച്ചാറ്റിലോ മഴ പെയ്ത്തോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കയറി നിൽക്കാനുള്ള സ്ഥലം ഒക്കെ അതിനകത്ത് അതേപോലെ പണിച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ, ഇരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പല ഭാഗത്തായിട്ട് നല്ല വൃത്തിയുള്ള ബെഞ്ചുകൾ, ചാരി ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് ആ റോഡ് സൈഡിൽ. അതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു.
പിന്നെ അതിനകത്ത് ഒരു നല്ലൊരു ഒരു പാലം, ഒരു മരപ്പാലമാണ് കേട്ടോ. അതാ നോക്കണ്ടേ. മരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബി മുഴുവൻ അത് ഹാങ്ങിങ് ബ്രിഡ്ജാണ്, തൂക്കുപാലമാണ്. ആ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ആ സൈഡിൽ അത് ഹാങ് ചെയ്ത് നിർത്തിയേക്കുന്നതൊക്കെ മരത്തൂണുകളാണ് മുഴുവൻ. അതായത് ഇവിടെ ഇഷ്ടംപോലെ വലിയ പൈൻ മരങ്ങളാണ് ഉള്ളത്. ഈ പൈൻ മരങ്ങൾ നല്ല ബലമുള്ള മരങ്ങളുണ്ടത്. അതിൻ്റെ അത്ര വലിയ തടിച്ച ബീമുകളാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ പാലത്തിൻ്റെ. അതൊരു വളരെ നീളമുള്ളൊരു പാലമാണ്. ഞാൻ അത് കൂടെ നടന്ന് അതിൻ്റെ എൻഡ് വരെ പോയി ഞങ്ങൾ തിരികെ വന്നു. പിന്നെ അതേപോലെ നോക്കി അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ രണ്ട് കുട്ടികളെ കളിപ്പിക്കുന്ന ഒരു മദാമയെ കണ്ടു. അതല്ലാതെ ബാക്കി കൂടുതൽ കുട്ടികളെ ഒന്നും കൊണ്ടു നടക്കുന്നതൊന്നും നമുക്കിവിടെ കാണാൻ കിട്ടത്തില്ല. കുട്ടികളുടെ എണ്ണമൊക്കെ കുറവാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ പിന്നെ നടക്കുന്ന ആളുകളൊക്കെ നോക്കിയാൽ ചെറുപ്പക്കാരും കുറവാണ്, കൂടുതലും പ്രായമുള്ള ആളുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെയും പ്രായമുള്ള ആളുകളുടെ എണ്ണം ഏതാണ്ട് കൂടുതലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഈ നടക്കാൻ വരുന്നതില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ അലസരും ഒക്കെ തന്നെയാണ് എല്ലടവും. അതാ കാര്യം. കാരണം അവർക്ക് സമയമില്ല, കുറ്റമല്ല. അപ്പോൾ അവർക്ക് നടക്കാൻ പോകാനൊന്നും സമയം കിട്ടത്തില്ല. ഇപ്പം മോനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഴ്ചയിൽ ഒരു 3 ദിവസം അവൻ്റെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ജിമ്മിൽ പോകും. ആ ജിമ്മിൽ പോയിട്ട് രാത്രി തിരിച്ചു വരും. അപ്പോൾ അവരുടെ എക്സർസൈസൊക്കെ അങ്ങനെ നടക്കും. അല്ലാതെ പിന്നെ അവന് നടക്കുന്നതിന് വിഷമമൊന്നുമില്ല. എവിടെയൊക്കെ ഞങ്ങൾ പോകുമ്പോഴൊക്കെ അവിടെ എല്ലാം നടക്കും. അങ്ങനെ ഞങ്ങളുടെ യാത്രകളൊക്കെ അതായത് ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. കാരണം അവന് ശനി, ഞായർ, തിങ്കൾ ഈ 3 ദിവസം അവധിയാണ്. അപ്പോൾ തിങ്കളാഴ്ച എന്താ അവധി വന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ തിങ്കളാഴ്ച മൺഡേ എന്ന് പറയുന്നത് ഇവിടുത്തെ മൺഡേ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് മൺഡേ ആണ് ഇവിടെ. അവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്യൂസ്ഡേ ആണ്. ഞങ്ങൾ ഈ മൺഡേയിൽ അവധി വന്നത് എങ്ങനെയാ മോനെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു ലേബർ ഡേ, ദിസ് ഇസ് ലേബർ ഡേ. അയ്യോ, അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു മെയ് 1 നമുക്ക് മെയ് 1 നമ്മുടെ ലേബർ ഡേ. അപ്പോൾ ഇവൻ പറഞ്ഞു അത് എന്നെ മൂത്താപ്പ എന്നാണ് വിളിക്കുന്നത്. മൂത്താപ്പ അത് ഓരോ വർഷവും മാറിയിരിക്കും. ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യും ഈ കലണ്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഹോളിഡേയ്സ് എന്ന് വേണം എന്നുള്ളതിനെക്കുറിച്ച് അവർ ആലോചിക്കും. അതെന്താ കാര്യം എന്നറിയോ? അപ്പം നമ്മുടെ അവിടെ ഈ മെയ് ഡേ എന്ന് പറയുന്നത്, അതായത് മെയ് 1 എന്ന് പറയുന്നത് ഒരു ചൊവ്വാഴ്ചയാണെന്നിരിക്കട്ടെ. നമുക്ക് ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ അവധി, ഞായറാഴ്ച അവധി, പിന്നെ ചൊവ്വാഴ്ച വീണ്ടും അവധി. അപ്പോൾ ഈ തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസവും ഈ തിങ്കളാഴ്ച ഒരു ലോങ് വെക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലും ഇപ്പം അങ്ങനെ ഒരൊറ്റ മനുഷ്യരും ഓഫീസിൽ കാണത്തില്ല. അവർ അവധി എടുക്കും. ഏതാണ്ട് കൂട്ട അവധിയാണ്. അപ്പോൾ ആളുകളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവധി ദിവസം ഒരു വർക്കിംഗ് ഡേയും കൂടി ഇല്ലാതായി ആ രീതിയിലേക്ക് വരും. അതിന് പകരം ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവർ ചൊവ്വാഴ്ചയായി ഈ മേ ഡേ, ഇപ്പം നമ്മുടെ മേ ഡേ എന്ന് പറയുന്ന ഈ ലേബർ ഡേ വരുന്നതെങ്കിൽ അവർ നേരെ അത് കലണ്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഹോളിഡേ എന്ന് പറയുന്നത് മേ ഡേ, നമ്മൾ ഈ ലേബർ ഡേ എന്ന് പറയുന്നത് നേരെ തിങ്കളാഴ്ചയാക്കും. അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. കണ്ടോ, ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ആലോചന വൈഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതാണ് കാര്യം. അത് ബാക്കി അതിനെക്കുറിച്ച് അടുത്തതിൽ.